ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് സ്പോർട്സിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ. നമ്മളെപ്പോഴും ഒരുപാട് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് എൻ്റർടൈനും കൂടി ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അതുപോലെ എല്ലാവരോടും ഞാനൊന്ന് അഭ്യർത്ഥിക്കുകയാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇന്നലെ നമ്മൾ കളി കണ്ടവരായിരിക്കും എല്ലാവരും. മുംബൈ ഇന്ത്യൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും രണ്ടും നല്ല ടീമാണ്, നല്ല കിടുക്കാച്ചി ടീമാണ്. രണ്ടാൾക്കും നല്ല ബാറ്റിംഗ് ലൈനപ്പും നല്ല ബോളിംഗ് ലൈനപ്പുള്ള ടീമാണ് രണ്ടുപേരും. പക്ഷേ ഇന്നലത്തെ ആ സ്കോർ, മുംബൈ ഇന്ത്യൻസ് പടുത്തുയർത്തിയ ആ സ്കോർ 244 സംതിങ്, അത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈസി ആയിട്ട് ചേസ് ചെയ്തു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുംബൈ ഇന്ത്യൻസ് എപ്പോഴും എനിക്ക് തോന്നിയൊരു സംഭവമാണ്, ഒരു അഹങ്കാരിയുടെ കീഴിലാണ് ഈ മുംബൈ ഇന്ത്യൻസ് ടീം. പറയാൻ പോകുന്നത് ഹർദിക് പാണ്ഡ്യ ഇപ്പം ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് അത് രണ്ടാമത്തെ ഒരു ഭാര്യയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഭാര്യനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ എന്താ പറയണ്ടേ, ഒരു പെണ്ണെന്ന് പോലും പറയാൻ പറ്റില്ല. ബാക്കി ഞാൻ പറയുന്നത്, ബാക്കി ഞങ്ങൾ ഊഹിച്ചോളൂ. അതൊരു പനൂത്തി എന്ന് പറയാം, നമ്മൾ നോർമലി പനൂത്തി എന്ന് പറയില്ലേ, അതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഇന്നലെ സംഭവിച്ചത്. എല്ലാത്തിനും ഭയങ്കര ബഹളം വെക്കലും, ഭയങ്കര ചാട്ടവും, ഭയങ്കര അഹങ്കാരവും, ഞാനാണ് വലുത് എന്നുള്ള വിചാരമൊക്കെയാണ് ഹർദിക് പാണ്ഡ്യക്ക്. അതുപോലെ തന്നെ ടീമും എല്ലാവരും എത്ര ശ്രമിച്ചിട്ടും ടീമിന് ജയിക്കാൻ പറ്റുന്നില്ല. പിന്നെന്ന് വെച്ചാൽ ഒരു പരിധിയോളം ടീമിലെ അംഗങ്ങൾക്കും ഇയാളോട് വെറുപ്പായിരിക്കും. നമ്മൾ പുറത്ത് കാണുന്ന, കളിക്കുമ്പോൾ കാണുന്ന ആ ഒരു സംസാരവും ഇതൊന്നും ആയിരിക്കില്ല. ടീമിലെ അംഗങ്ങളും വിചാരിക്കും ഇതൊന്നും തോറ്റാൽ മതി എന്ന് വിചാരിക്കുള്ളൂ. ഇയാളുടെ ഈ എന്താ ചാടലും തുള്ളലും, ഭാര്യ വന്ന് ചാടലും, ഭാര്യയുടെ ആ എന്താ പറയണ്ടേ 9ാം നമ്പർ ഡാൻസും, ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾക്കേ മടുത്തുപോയി. ആക്ച്വലി ജനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് കമൻസ് നോക്കുമ്പോൾ, ഒരുപാട് അത് നോർത്ത് ഇന്ത്യൻസ് വ്ളോഗേഴ്സ് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് ആർക്കും ഒരു ഇഷ്ടമില്ല ഈ ഹർദിക് പാണ്ഡ്യനെ. എന്തൊക്കെയല്ലോ നമ്മൾ ഒരാൾ ഒന്നുമില്ലാത്തടത്തു നിന്ന് നമ്മളൊരു സെറ്റപ്പായി വരുമ്പം അതിനുള്ള ഒരു എന്താ പറയണ്ട നമുക്കല്ല ആർക്കായാലും അതിൻ്റെ ഒരു നമ്മൾ വന്ന വഴി മറക്കില്ല, അതൊരു മനസ്സിലുണ്ടാവും. ഇയാൾക്കതൊന്നുമില്ല. ഇയാൾ ഏതോ ഒരു ലോകത്ത്, അയാളാണ് വലുത്, അയാൾ എന്തൊക്കെയോ സംഭവമാണ്, അയാൾ ഭയങ്കര റിച്ചാണ്, അയാൾ ഭയങ്കര സ്റ്റൈലിഷാണ്, എന്തൊക്കെയല്ലാണ്. അയാളുടെ അനിയനായാലും അങ്ങനെ തന്നെയാണ് കൃണാൽ പാണ്ഡ്യ, അതും അഹങ്കാരിയാണ്. എന്താ ഇങ്ങനെയെന്നറിയില്ല. ഒന്ന് കമൻറ്റ് ചെയ്യണേ.